വെൽക്കം ടു CACB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ ആദ്യത്തെ പറയുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ് കേട്ടോ. ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ജോബ് കോസ്റ്റിംഗ് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്, വിച്ച് ഈസ് അപ്ലൈഡ് വേർ വർക്ക് ഈസ് അണ്ടർടേക്കൺ ടു കസ്റ്റമേഴ്സ് സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സിൽ അണ്ടർടേക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഓർഡർ, വെൻ ആൻ ഓർഡർ ഈസ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ ടു എക്സിക്യൂട്ട് എ പർട്ടിക്കുലർ ജോബ്, ഇറ്റ് ഈസ് നെസസറി ടു ക്വാട്ട് ദ റേറ്റ് അറ്റ് വിച്ച് ദ വർക്ക് ഷാൾ ബി അണ്ടർടേക്കൺ. അപ്പം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പം നമ്മളൊരു ഓട്ടോ വിളിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എത്താവുന്ന ദൂരത്തേക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ചാർജ് ചോദിക്കും അല്ലേ? അറിയാത്ത സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ നോർമലി നമ്മുടെ ജീവിതത്തിൽ നോർമലി ഉള്ളതാണ്, നമ്മൾ വില ചോദിക്കും. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വില ചോദിക്കും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ വെൻ ആൻ ഓർഡർ ഈസ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ, അപ്പോൾ അതിനൊരു കൊട്ടേഷൻ ഉണ്ട്. ഒരു പർട്ടിക്കുലർ ജോബ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് എത്ര രൂപയാകും എന്നൊരു കോട്ട് അവിടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ മേടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, ഒരു സെല്ലറെ സംബന്ധിച്ച് അയാളത് ചോദിച്ചിട്ട് വാങ്ങുന്നു. അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോ, അയാളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പം അതിന് എന്ത് ചിലവ് വരും എന്ന് അയാളും ഒരു ധാരണ വേണം. അപ്പോൾ അതാണ് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അതാണ്. When an order is received from a customer to execute a particular job, it is necessary to quote the rate at which the work shall be undertaken. ഈ നെസസിറ്റേറ്റ്സിന് ഈ എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ കോസ്റ്റ് ടു ബി ഇൻകേർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ദ ജോബാണ് എന്ത്? ജോബ് കോസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേഷൻ ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ടു ബി ഇൻകേർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ദ ജോബ്. ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക ആദ്യമേ. അതാണ് ജോബ് കോസ്റ്റിംഗ്. ഇപ്പോൾ ജോബ് കോസ്റ്റിങ്ങിന് പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദ ഒബ്ജക്റ്റ് ഓഫ് ജോബ് കോസ്റ്റിംഗ് ഈസ് ടു അസർടൈൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് സെപ്പറേറ്റ്ലി ആൻഡ് ടു എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ദെയറോൺ. അതായത് ഓരോ ജോലിക്കും ഉള്ള ചിലവുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാനും അതുവഴി സാധിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏതൊക്കെ മേഖലയിലാണ് ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ ജോബ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസിലാണ്. അതായത് പ്രിൻറ്റിംഗ് പ്രസ്സിൽ, റിപ്പയറിംഗ് ഷോപ്പിൽ, എൻജിനീയറിംഗ് വർക്ക്സ്, ഓട്ടോമൊബൈൽ ഗ്യാരേജസ്, മെഷീൻ ടൂൾസ്, മാനുഫാക്ചറിങ് ആൻഡ് റിപ്പയേഴ്സ്, ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ്, പിന്നെ ഫേർണിച്ചർ മേക്കിംഗ് ഇൻഡസ്ട്രീസ്, അവിടെയൊക്കെയാണ് ഈ ജോബ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ജോബ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്ന മേഖല ഏതെല്ലാമാണ്. അപ്പോൾ ഫർണിച്ചർ മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് ടെക്നിക്ക് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ് ആണ്. പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പഠിച്ചിരിക്കണം. ഓരോ മേഖലയിലും ഏത് കോസ്റ്റിംഗ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഏത് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന രീതിയിൽ പഠിക്കണം. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എസ്റ്റിമേഷൻ ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ടു ബി ഇൻകേർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ദ ജോബാണ്. ജോബ് കോസ്റ്റിങ്ങിന് പ്രൊഡക്ഷൻ ഓർഡർ കോസ്റ്റിംഗ് എന്നറിയപ്പെടും. ഓരോ ജോബിനും ഓരോ കോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. പിന്നെ ഇൻഡസ്ട്രീസിനാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് പറയുന്നുണ്ട്. പ്രിൻറ്റിംഗ് പ്രസ്, റിപ്പയർ ഷോപ്പ്, എൻജിനീയറിംഗ് വർക്ക്സ്, അങ്ങനെ ധാരാളം ഇൻഡസ്ട്രീസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ബാച്ച് കോസ്റ്റിംഗ് ആണ്. ബാച്ച് കോസ്റ്റിംഗ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ മറ്റൊരു മോഡിഫൈഡ് ഫോമാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ വേർ ആർട്ടിക്കിൾസ് ഓഫ് സിമിലർ നേച്ചർ ആർ മാനുഫാക്ചർഡ് ഇൻ ഡെഫിനിറ്റ് ബാച്ചസ് ഓർ ലോട്ട്സ് ഓഫ് ലാർജ് നമ്പേഴ്സ്. അതിനെ ലോട്ട് കോസ്റ്റിംഗ് എന്നറിയപ്പെടും.
ബാച്ച് കോസ്റ്റിങ്ങിന് ലോട്ട് കോസ്റ്റിംഗ് എന്നറിയപ്പെടും. അതായത് ബാച്ച് കോസ്റ്റിംഗ് ഒരു മോഡിഫൈഡ് ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് ആണ്. അവിടെ ആർട്ടിക്കിൾസ് സിമിലർ നേച്ചർ, ഒരേ പ്രത്യേകതകളോട് കൂടിയത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത് ഒരു ബാച്ചായിട്ട് ചെയ്യും. ബാച്ചായിട്ട് ആണ് ചെയ്യുക. അതായത് ഒരേ നേച്ചറിലുള്ള സാധനങ്ങൾ ഒരേ ഡെഫിനിറ്റ് ബാച്ചസിൽ നിർമ്മിക്കുന്നു, അതാണ്. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് ഈസ് ഫോളോഡ് ഇൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാച്ച് കോസ്റ്റിംഗ് ധാരാളമായി ചോദിച്ചു കാണാറാണ്. ടോയ് മേക്കിംഗ് യൂണിറ്റ്സ്, അതുപോലെ ബിസ്ക്കറ്റ് ഫാക്ടറീസിൽ ഒരു സെറ്റിൽ ഒരേപോലത്തെ ഒരുപാട് ബിസ്ക്കറ്റുകൾ കടന്ന് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ. അതേപോലെ ടോയ് മേക്കിങ്ങിൽ ഒരു ടോയ് മാത്രമാണ് ഉണ്ടാക്കുക, അല്ല, ഒരുപാട് ടോയ്സ് ഒരേപോലെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ റേഡിയോ സെറ്റ്സ്, വാച്ചുകൾ, TV മാനുഫാക്ചറിങ് ഫാക്ടറീസ്, ഷൂ മേക്കിംഗ് ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, പിന്നെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ടയർ ആൻഡ് ട്യൂബ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ബൈസിക്കിൾ പാർട്ട്. അപ്പോൾ ഒരേപോലത്തെ സാധനങ്ങൾ ഒരുമിച്ച് ഒരു ബാച്ച് പോലെ പ്രിപ്പയർ ചെയ്യുന്നു, അതാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാച്ച് കോസ്റ്റിംഗ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ജോബ് കോസ്റ്റിംഗ് വേർ ആർട്ടിക്കിൾസ് ഓഫ് സിമിലർ നേച്ചർ ആർ മാനുഫാക്ചേർഡ് ഇൻ ഡെഫിനിറ്റ് ബാച്ചസ് ഓർ ലോട്ട്സ് ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പോൾ ലോട്ട് കോസ്റ്റിംഗ് എന്നറിയപ്പെടും. പിന്നെ ടോയ് മേക്കിംഗ് യൂണിറ്റ്സ്, ബിസ്ക്കറ്റ് ഫാക്ടറീസ് ഒക്കെ ചോദിച്ചു കാണാറുണ്ട്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. Contract costing is a method of costing applied in such concerns where the job is big and the spread over long periods of time. ഒരു വലിയ ജോലിയായിരിക്കും, അത് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ജോലിയായിരിക്കും, പെട്ടെന്ന് തീരുന്നൊന്നുമല്ല. ഒരു കോൺട്രാക്റ്റ് വർക്ക് പോലെ ഫോർ ഈച്ച് ജോബ് ഓർ കോൺട്രാക്റ്റ് വർക്ക് എ സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഓരോ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുക. അതതിൻ്റെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബിൽഡേഴ്സും സിവിൽ എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ഒക്കെയാണ് ഈ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വയ്ക്കുക കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. അപ്പോൾ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ്, ഡാംസ്, ബിൽഡിങ്സ്, അതൊക്കെ ഈ ഒരു കോൺട്രാക്റ്റ് ബേസിസിൽ പണിത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കൊല്ലത്തിനുള്ളിൽ വീട് പണിയുക, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ താക്കോല് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ആകുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ മെറ്റീരിയൽസ് എടുത്തിട്ട് പണി കഴിക്കണം. അപ്പോൾ അതാണ് ഒരു ബിഗ് പ്രോജക്റ്റ് ആയിരിക്കും, സ്പ്രെഡ് ചെയ്യുന്നത് ഓവർ ലോങ് പീരിയഡ് ഓഫ് ടൈം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ പാലമൊക്കെ പെട്ടെന്ന് പണി ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ, ഡാമുകളായാലും ബ്രിഡ്ജസ് ആയാലും ഒക്കെ. അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും. അതാണ് പറയുന്നത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്നത്. പിന്നെ അടുത്തത് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എക്സാമ്പിൾസ് ചോദിച്ചു കാണാറുള്ളത്. Process costing is a method of costing applied in such concerns where the process of production is completed in distinct stages. The output of one process is passed to next process till finished products is obtained from the finishing process. ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ കടന്നു പോകുന്ന കോസ്റ്റിംഗ് ആണ് ഈ പ്രോസസ് കോസ്റ്റിംഗ്. ഈ ഒരു പ്രൊഡക്ഷനിൽ ഇപ്പോൾ ഔട്ട്പുട്ട് എവിടെയാണ് ലഭിക്കുക? അവസാനം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നിടത്താണ് പ്രോസസ്സ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും പ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റേജസിലും ഓരോരോ ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അതിനുള്ള ചിലവുകൾ. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ഇൻ കെമിക്കൽ മാനുഫാക്ചറിങ്, ഓയിൽ റിഫൈനിങ്, പെയിൻറ്റ് മാനുഫാക്ചറിങ്, ഗ്ലാസ് വർക്കുകൾ, പേപ്പർ മേക്കിംഗ്, ബിസ്ക്കറ്റ് വർക്ക്സ്, സോപ്പ് മേക്കിംഗ്, പിന്നെ സിമൻറ്റ് മാനുഫാക്ചറിങ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രോസസ് കോസ്റ്റിങ്ങിന് ഉദാഹരണമാണ് ഷുഗർ മാനുഫാക്ചറിങ്ങും സിമൻറ്റ് മാനുഫാക്ചറിങ്ങും ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസും ഒക്കെ. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെയുള്ളതാണ് സർവീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് കോസ്റ്റിംഗ് എന്താണെന്ന്. ദിസ് ഈസ് എ കോസ്റ്റിംഗ് മെത്തേഡാണ് അപ്ലൈഡ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് വിച്ച് റെൻഡർ സർവീസസ് ആസ് ഡിസ്റ്റിങ്ക്റ്റ് from those which manufacture goods. This is a costing method applied in ചില ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്നു. റെൻഡർ സർവീസസ് ആസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദോസ് വിച്ച് മാനുഫാക്ചർ ഗുഡ്സ്. അതായത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരിൽ നിന്നും വിഭിന്നമായിട്ട് കുറച്ച് സർവീസസ് റെൻഡർ ചെയ്യുന്നത്. അതാണ് സർവീസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിലാണ് വാട്ടർ സപ്ലൈ കമ്പനീസ്, ഗ്യാസ് സപ്ലൈ കമ്പനീസ്, പവർ സപ്ലൈ കമ്പനീസ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഇവരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. കോസ്റ്റ് യൂണിറ്റ് ഇൻ കേസ് ഓഫ് ട്രാൻസ്പോർട്ട് കമ്പനീസ് ആൻഡ് റെയിൽവേസ് ആർ പാസഞ്ചർ ടു കിലോമീറ്റർ അല്ലെങ്കിൽ ടൺ കിലോമീറ്റർ. ഫോർ ഇലക്ട്രിസിറ്റി ഓരോന്നിനും ഓരോരോ അളവുകോലുണ്ടാവുമല്ലോ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് സർവീസസ് റെൻറ്റഡ്. അപ്പോൾ അവർ കൊടുക്കുന്ന സർവീസസ് റെൻഡർ ചെയ്യാനും ഈ ഒരു കോസ്റ്റിങ്ങിൽ ടെക്നിക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ളതിലാണ് ഉപയോഗിക്കുന്നതെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? സർവീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നു, പിന്നെ ഗ്യാസ് സപ്ലൈ കമ്പനീസിൽ യൂസ് ചെയ്യുന്നു, പവർ സപ്ലൈ കമ്പനീസിൽ യൂസ് ചെയ്യുന്നു, പിന്നെ ഹോട്ടൽസിൽ യൂസ് ചെയ്യുന്നു. അവിടെയൊക്കെ സർവീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ്റെ മാത്രമല്ല, അവർ കൊടുത്ത സർവീസ് റെൻറ്റേർഡും കൂടി അസർട്ടൈൻ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ചിലവും കൂടി ഇവിടെ അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ സെയിം പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് 2 അതിലധികമോ കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡുകൾ ആപ്ലിക്കേഷൻ നടത്തുക. അതാണ് മൾട്ടിപ്പിൾ എന്ന പദം, കോമ്പോസിറ്റ് പദം കൊണ്ട് തന്നെ. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രീസ് വേർ എ നമ്പർ ഓഫ് കോമ്പണൻറ്റ് പാർട്സ് ആർ സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സീക്വൻ്റ്ലി അസംബിൾഡ് ഇൻ ടു ഫൈനൽ പ്രോഡക്റ്റ്. അതായത് ഈ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ കുറേ കോമ്പണൻറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ ജോയിൻ ചെയ്യൂല. ഇപ്പോൾ വണ്ടികളാവട്ടെ, ചിലത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടാവും, ചിലത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ കൂടുതലും. ടെലിവിഷൻസൊക്കെ അങ്ങനെയാണ്, ഒന്നും ഒരുമിച്ചാവില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊതുവേ പല സ്ഥലത്തൊന്നും ഉണ്ടാക്കിയിട്ട് പിന്നെ അത് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് പറയണം. അതാണ് ഈ മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഈച്ച് കോമ്പണൻറ്റ് ഡിഫേഴ്സ് ഫ്രം ദ അതർ ആസ് ടു പ്രൈസ്. ഒരു സാധനം ഒന്നിൻ്റെ ഉള്ളിലുള്ളതാണെങ്കിലും ഓരോ എണ്ണത്തിനും വ്യത്യാസമായ വിലയുണ്ട്, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്, അവരുപയോഗിക്കുന്ന പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ എല്ലാം വ്യത്യസ്തമായിരിക്കും. സംഭവം ഒന്നിലേക്ക് അസംബിൾ ചെയ്യാനുള്ളതാണെങ്കിലും എല്ലാം വരുന്നത് പല ഭാഗത്തു നിന്നായിരിക്കും. അപ്പം അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അതാണ് മോട്ടോർ കാർസ്, പിന്നെ അതുപോലെ തന്നെ ടെലിവിഷന്, ഷിപ്പുകൾ, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ അങ്ങനെയാണ്. അത് ചൈനയിൽ നിന്ന് വരുന്നുണ്ടാവും, ജപ്പാനിൽ നിന്ന് വരുന്നുണ്ടാവും. അങ്ങനെയും ഇറക്കുമതി ചെയ്തിട്ട് വലിയ കമ്പനീസൊക്കെ ചെയ്യുന്നു. പിന്നെ അല്ല നാട്ടിൽ തന്നെയുള്ളത് അങ്ങനെയും ഉണ്ടാക്കുന്നു. അപ്പോൾ അതാണ് ഈ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്തത് പറയുന്നത് യൂണിറ്റ് ഓർ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്താണ്? യൂണിറ്റ് അല്ലെങ്കിൽ സിംഗിൾ ഔട്ട്പുട്ട്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വേർ എ സിംഗിൾ ആർട്ടിക്കിൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കണ്ടിന്യൂസ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. തുടർച്ചയായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയിൽ ഒരു സിംഗിൾ പ്രോഡക്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ സമയം അത് മാത്രമാണ്. അപ്പോൾ ആസ് ദി യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആസ് ഐഡൻറ്റിക്കൽ, ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഈ ഒരു മെത്തേഡ് ബ്രിക്ക് മേക്കിംഗ്, അതായത് കല്ല് ബ്രിക്ക് നിർമ്മാണത്തിന്, പിന്നെ സിമൻറ്റ് മാനുഫാക്ചറിങ്ങിന്, ഫ്ലോർ മിൽസിന്, പൊടികൾ നിർമ്മിക്കാനൊക്കെ ഇത് എന്താ ഉപയോഗിക്കുന്നത്? ഈ യൂണിറ്റ് അല്ലെങ്കിൽ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് ഫാം കോസ്റ്റിംഗ് ആണ്. ഫാം കോസ്റ്റിംഗ് ഒരു പ്രിൻസിപ്പൽസ് ടെക്നിക്സ് ഓഫ് ടു ഫാമിങ് അത് അപ്ലിക്കേഷൻ നടത്തുക. അതാണ് ഫാം കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ കൃഷി, അഗ്രികൾച്ചർ ആവാം, ഹോർട്ടിക്കൾച്ചർ, നഴ്സറി, ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ വളർത്തൽ, പിന്നെ ഡയറി, പശു വളർത്തൽ, പൗൾട്രി, കോഴി വളർത്തൽ, പിന്നെ റിയറിങ് ഓഫ് ഷീപ്പിനെ വളർത്താം, സെറികൾച്ചർ നടത്താം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ളതാണ് ഫാം കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഫാമിംഗ്. ഈ ഒരു ഓപ്പറേഷൻസ് അസർട്ടൈൻ ചെയ്യാനാണ് ആ ഒരു കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാം കോസ്റ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ നന്നാക്കി ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഫാം കോസ്റ്റിംഗ് വരെയാണ് ഈ ഒരു മെത്തേഡ്സിലുള്ളത്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാമ്പിൾസ് നന്നായി പഠിക്കുക. ഇപ്പോൾ
ബ്രിക്ക് മേക്കിങ്ങിന് ഏതാണ്, സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിന് ഏതാണ്, ഫാം കോസ്റ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് നഴ്സറിയിൽ, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചറിന് ഏത് കോസ്റ്റിംഗ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഡയറിക്ക് ഏതാണ്, പൗൾട്രിക്ക് ഏതാണ്, അങ്ങനെ ഉണ്ടാവുമല്ലോ ഓരോന്നിനും. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ ഓർക്കുക, കാറുകൾ, ടെലിവിഷൻസ്, ഷിപ്പുകൾ, കമ്പ്യൂട്ടർ അത് ഏത് രീതി പ്രകാരമാണ് ഉണ്ടാക്കുന്നത് നോക്കുക. അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ല ക്ലാസ്സുമായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.